എന്റെ അച്ഛൻ എല്ലാ വ്യാഴാഴ്ചയും വീട്ടിൽ കപ്പ മേടിക്കിട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ കിട്ടാല്ലേ. പക്ഷെ ഇന്ന് നോക്കിയപ്പോൾ താഴെക്കൂടെ കൊണ്ടുപോകണു. പിന്നെ ഒന്നും നോക്കിയില്ലേ, വേഗം പോയി അങ്ങോട്ട് മേടിച്ചു. മിസ് ചെയ്യരുതല്ലോ. അത് മേടിച്ച് രണ്ട് അഭ്യാസ ചോടകളൊക്കെ ഇങ്ങനെ വെച്ചു. ജയജമ്മ ആയ പോലെ ജയജമ്മ അമ്മായിയമ്മ. പിന്നെ വേഗം പോയിട്ട് കപ്പ ഇങ്ങോട്ട് മുറിച്ച് നല്ലതാണെന്ന് നോക്കി. ഓ അടിപൊളി സാധനമായിരുന്നു. ഇച്ചിരി കൂടെ മേടിക്കാന്ന് എന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ പോയ ബുദ്ധി കൈവിട്ടേക്ക് പോയില്ലേ, ഇനി കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത്. അതെടുത്ത് സമാധാനപ്പെട്ടു കേട്ടോ. വേഗം കൊത്തി അരിഞ്ഞ് ഉപ്പും മഞ്ഞപ്പൊട്ടിട്ടൊന്ന് താപ്പിക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഇഷ്ടപരിപാടിക്ക് നോക്കിട്ടോ. ആദ്യം പുഴുങ്ങാന്ന് വിചാരിച്ചു. പിന്നെ ചപ്പാത്തി എന്തായാലും ഉണ്ടാക്കണം. അപ്പം അതിലേക്ക് കറി വേണ്ടേന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇഷ്ടമാക്കാന്ന് വിചാരിച്ചു കേട്ടോ. ചപ്പാത്തി ഇതാ പരത്തി അങ്ങോട്ട് ചുട്ട് വന്നപ്പോഴേക്കും നമ്മുടെ കുക്കർ അവിടെ ഇരുന്ന് കൂ വിളിച്ചു തുടങ്ങി. പിന്നെ ഇതാ വറുത്തിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ഇഷ്ടം ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. ഇനി കുറച്ച് അല്ലറ ചില്ലറ പരിപാടി. പാത്രം കഴുകുക, മോന് ഭക്ഷണം കൊടുക്കുക, അവനെ കുളിപ്പിക്കുക, അവനെ ഉറക്കുക, എനിക്ക് ഭക്ഷണം കഴിക്കുക, ഞാൻ കുളിക്കുക, ഉറങ്ങുക, അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അവൻ്റെയും കഴിഞ്ഞു, എൻ്റെയും കഴിഞ്ഞു, വീട്ടിലേക്കുള്ള വിളിയും കഴിഞ്ഞു. അങ്ങനെ ഇതാ ഭക്ഷണവും അവൻ്റെ ഉറക്കം എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ അവനാണെങ്കിൽ മാല കൊണ്ട് കളഞ്ഞ് ഞാനത് തപ്പി കഴിഞ്ഞപ്പോൾ അത് കിട്ടിയില്ല. അങ്ങനെ ഇതാ 1 മണി. പിന്നെ കുറച്ച് എഴുതാനുണ്ടായിരുന്നു. ആ എഴുത്തും കൂടി കഴിഞ്ഞിട്ട് നേരെ പോയി ഒരു കുളി ഒളിച്ച് പിന്നെ ഒരൊറ്റ ഉറക്കം.